ഫസ്റ്റിലേ തന്നെ തീർന്നു. പിന്നെ ഇപ്പൊ രക്ഷയില്ല, അങ്ങനെ ഉള്ള ഡ്രസ് തന്നെ ഇട്ട് കുറച്ച് ഫുഡ് അല്ലേ. ഫുഡ് പിന്നെ നമുക്കൊരു സ്പോൺസർ നമുക്ക് അജ്മീറൊക്കെ ആണെന്നുണ്ടെച്ചെങ്കില് നമുക്ക് അവിടെ ലങ്കറിന്റെ ഫുഡ് അതേമാതിരി ദർഗയിൽ തന്നെ കൊടുക്കും. ഒരുപാട് പേര് ഉച്ചക്ക് ഫുഡ് കിട്ടും അവിടെ പലരും ഓരോ. അപ്പൊ നമ്മൾ അതൊക്കെ ഇരുന്ന് കഴിക്കും. നമുക്ക് വേറെ ഹോട്ടൽ എക്സ്പെൻസ്. പിന്നെ ഉറങ്ങാൻ എത്ര 150 രൂപയുടെ അവിടെ പോയി ഉറങ്ങി. പ്രോഗ്രാമിനല്ല പോയെ, അജ്മീർ ദർഗ ആത്മീയമായിട്ടുള്ള യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അജ്മീർ മാത്രല്ല, അന്ന് അജ്മീർ പോയി, ഡൽഹി പോയി, നിസാമുദ്ദീൻ പോയി. മറ്റേ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്ത ദർഗയിൽ പോയി. പിന്നെ തിരിച്ചു വരുമ്പോ ചെന്നൈയിൽ പോയി, അവിടെ ഒരു ദർഗയിൽ പോയി. അങ്ങനെ ട്രിപ്പ് ആയിട്ട് പോയത്. ചെന്നൈയില് അന്ന് ഗഫൂനെയും ഹരിചരന്റെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊക്കെ എപ്പോഴും ഈ പാട്ടിനോട് ഇഷ്ടം വന്നത് ഏത് ഏജിലായിരിക്കും? ഇവിടെ തൊട്ട് തുടങ്ങാം അല്ലെ, ചേട്ടന്റെ അടുത്തൊന്നും തുടങ്ങാം അല്ല, അധികം സംസാരിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ഇയറൊന്നുമില്ല, പണ്ട് മുതലേ പാട്ടിനോട് ചെറുപ്പം മുതലേ. ഓക്കെ. പിന്നെ ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആണ്. ഞാനൊരു 2012 മുതല് സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. അങ്ങനെയാണ് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് മാക്ബ്രോ പറഞ്ഞ സ്റ്റുഡിയോ ഇട്ടിട്ട്. അപ്പൊ അങ്ങനൊക്കെ ആയിട്ട് അന്ന് മുതലേ ഉണ്ട്. ചെറുപ്പം മുതലേ ഈ പാട്ട് പഠിത്തവും അങ്ങനെ പാട്ട് പഠിച്ചിട്ടില്ല, ചെറുതായിട്ടൊക്കെ പാടും. അങ്ങനെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആരെങ്കിലും പാടുന്ന, അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഇതിനോട് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് അവർക്കൊക്കെ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അങ്ങനെ അവര് പാടൊന്നുമില്ല, പാടത്തൊന്നുമില്ല. ഓക്കെ ഓക്കെ. എപ്പം തൊട്ടാ പാട്ടിനോട് ഒരു ഇഷ്ടം, അല്ലെങ്കിൽ പാട്ടിനെ ചെറുപ്പത്തില് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പാടാനൊന്നും. ചെറുപ്പത്തില് ഞാൻ 1 നാളെ തൊട്ട് സ്കൂളിൽ ഇങ്ങനെ പ്രയർ പാടും, ലളിതഗാനം. അപ്പൊ അന്നൊന്നും പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പഠിക്കും. അതായത് ഉമ്മ ഇങ്ങനെ ബസ് കയറ്റാൻ കൊണ്ടുപോകും. ബസ് കയറ്റി പോവാണ്, പോണേക്ക് ഞാൻ കരയും. ഉമ്മ പറയും കുഴപ്പമില്ല, 1 മണിക്കൂർ ഇടുന്ന കഴിഞ്ഞാൽ മറ്റേക്ക് ഇന്റർവ്യൂ പഠിച്ചരാം, അല്ലെങ്കിൽ 5 സ്റ്റാർ പഠിച്ചരാം എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഞാൻ പാട്ട് പഠിച്ചത്. 5 സ്റ്റാർ ആയിരുന്നു മെയിൻ. മെയിൻ 5 സ്റ്റാർ ആയിരുന്നു. 5 സ്റ്റാർ കിട്ടിയാ ഞാൻ ഇരിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു കൊല്ലത്തോളം അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞൊരു 9 പഠിക്കുമ്പോൾ ഇന്ത്യൻ വോയിസ് എന്ന് പറഞ്ഞ ഷോ ഇട്ടെ മഴവില്ല, അതില് തേർഡ് കിട്ടി. അപ്പൊ അന്ന് ചിത്രയും ശരത്താറൊക്കെ ആയിരുന്നു ജഡ്ജിണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നപ്പോ കുറച്ചില് ഇത് കൊള്ളാം. പിന്നെയും അതിന്ന് വിട്ടു. പിന്നെ വേറെ ഷോയിൽ വിന്നറായപ്പോഴാണ്, സൂപ്പർ ഷോയിൽ വിന്നറായപ്പോഴാണ് നോർത്തില് പോയിട്ട് റഹ്മാൻ സാറിന്റെ മുമ്പിൽ പാടി അതിലൊക്കെ പോയി. അത് ടോപ്പ് 16 വരെ പോയി. അതിൽ നിന്ന് ഔട്ടായിട്ട് പോന്നപ്പോഴാണ് സരിഗമയിലേക്ക് സരിഗമ പിന്നെ ടോട്ടലി ഫുൾ മ്യൂസിക് വേൾഡ് ആയി. കാരണം പോവാൻ റിയാലിറ്റി ഷോ ഒന്നും ഇല്ല. അങ്ങനല്ല, മൊത്തത്തില് ഐഡിയ സ്റ്റാർസിൽ എന്താ പോകാതിരുന്നേ? ഇനി എന്തിനാ അല്ല പണ്ട് പണ്ടങ്ങനെ ചിത്രചേനല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളത്. ഉണ്ടായിരുന്നില്ല. ഇത് പിന്നെ സാർ വിളിച്ചോണ്ട് വന്നാണ് സരിഗമപ്പയില്. അങ്ങനെ സാർ വിളിച്ച കാരണം മെയിനായിട്ട് പോയതാ. അല്ലെങ്കിൽ അതിലും പോകില്ല, വീട്ടിലിരിക്കും. വേറെ പഠിപ്പൊക്കെ ആയിട്ട് അങ്ങനെ പോയാ. അത് കാരണം ഇപ്പൊ ഒരു ഭാവിയായി. അക്ബർ ഖാൻ ഈ പേര് തന്നെ ഒരു ഭയങ്കര കട്ടിയില്ല. അക്ബർ ഖാൻ ഭയങ്കര ഖാനൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു വീടിനുണ്ട് മറ്റേ ഒരു സീസണില് നമ്മൾ മാറ്റി. ഞങ്ങള് പിന്നെ വേറൊരു പേര് കൂടെ ഇല്ല, അക്ബർ ബീവി. അക്ബർ ബാവുട്ടി. അതിന്റെ കോമഡിയാണ്. അതിന്റെ ഒരു കോമഡി. ഞങ്ങൾ ഒരൊക്കെ ഷാർജയിൽ പോവാ. ഷാർജയിൽ പോണ സമയത്ത് ഞാനുണ്ട്, അക്ബർക്ക് ഉണ്ട്, പിന്നെ വൈഷ്ണവ് വേറെ പാട്ടുകാരുണ്ട്. അപ്പൊ ഇവരെന്തോ മറ്റേ ലോഞ്ചിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി ലേറ്റ്. അപ്പൊ എനിക്ക് കാർഡ് ഉണ്ടായില്ല, ഞാനിട്ട് മാറിയിടുന്നു. അപ്പൊ ഇവര് ഭയങ്കര ലേറ്റ് ആയി. അപ്പൊ അവിടെ നിന്ന് വിളിക്കുമല്ലോ, അനൗൺസ് ചെയ്യാലോ. അപ്പൊ ഇങ്ങനെ വൈഷ്ണവ് ഗിരീഷ് അക്ബർ വാപ്പുട്ടി. ഞാനപ്പ തന്നെ ലോഞ്ച് ചെയ്ത് ഓടി. അവന്മാർക്ക് അധികം വിളിച്ച് പറയണ്ടായിരുന്നു. പണ്ടാറങ്ങനെ വിളിച്ചു. ഞാൻ വീട് എടുത്തിട്ടുണ്ട്, വിളിക്കുന്നത്. വാപ്പുട്ടിയാണ് ഉപ്പാടെ പേര്. പിന്നെ ഫ്രണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് പിള്ളേര് വാൾക്കേർ പൊട്ടി എന്ന് പറഞ്ഞിട്ട് കല്യാണം. ഞാൻ തന്നെ ഉപ്പാട് പറഞ്ഞു, ഉപ്പ വാപ്പുട്ടി ഞാൻ പേരിന്ന് മുന്നേ മാറ്റിക്കോ. പിന്നെ അക്ബർ സാമാക്കി. പിന്നെ അക്ബറക്കു ഉണ്ടായിരുന്നു. പിന്നെ അക്ബറക്കു ഓൾറെഡി ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതിനകത്ത്. അപ്പൊ പിന്നെ അക്ബർ ഖാൻ ആക്കി. അവസാനം വൈഫ് ഖാൻ ആയതുകൊണ്ട് അങ്ങനെ ഖാനാക്കിയതല്ല. ഞാൻ ശരിക്കും ഖാൻ എന്ന് ഞാൻ ഇട്ടു. പിന്നെ അവിടുന്ന് കുറെ കഴിഞ്ഞിട്ടാണ് പെണ്ണിനെ പരിചയപ്പെടുന്നത്. പക്ഷെ അവള് പിന്നെ റിയൽ ഖാനാണ്. അങ്ങനെയാണ് അക്ബർ ഖാൻ എന്നുള്ള ഒരു പേര്. വിളിക്കാം. അങ്ങനെ കഷ്ടപ്പെട്ട് അക്ബർ ഖാൻ
ഇനിയിപ്പോ ഇത് കണ്ടിട്ട് എനിക്ക് അക്കൂന്ന് വിളിക്കാൻ തോന്നുന്നില്ല. അക്ബർ ഖാൻ. അതെ ചെനക്ക് വിളിക്കുന്നതായിരിക്കില്ലേ? അതെ അതെ വലിയൊരു ശരീരത്തിൽ അക്കു ഉണ്ടാവും. അതെ ഓക്കെ. ഇനി ഇവരുടെ ഒരു പ്രണയം ഭയങ്കര ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം. അപ്പൊ നമുക്ക് ഇനി താഴെ ഇവർക്ക് ഒരു സ്പേസ് ഉണ്ട്, നല്ല അടിപൊളി, അവിടെ നല്ല വൈബൊക്കെ ആയിട്ട്. എന്തോ നിങ്ങൾ അവിടെ ഗെയിം ഒക്കെ മറ്റേ ഇതൊക്കെ കളിക്കലുണ്ടോ? ഹസ്ബൻഡ് കളിക്കുന്നത് PS5 സങ്കടാവും ആൾക്ക്. തോപ്പിക്കോ? അല്ല അത് ഞാൻ മാത്രം കണ്ടിട്ടുള്ളൂ. സോണിയ സോണിയ കളത്തിലിറങ്ങണ അല്ല ഞാൻ മാത്രം കണ്ടിട്ടുള്ളൂ. പുള്ളി പറയുന്നതാ, നമുക്ക് പരീക്ഷിക്കാലോ. ഇറക്കി വിടും, ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. അതെ നമുക്ക് അത് ശരിയാക്കി കൊടുക്കാം. അപ്പൊ താഴത്തേക്ക് പോയാലോ? വേണോ? നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടോ? നിങ്ങൾ പിന്നെ എളിമയുടെ ആൾക്കാരല്ലേ? സ്പേസ് നല്ല ഉണ്ട്. ആ എനിക്കും ഇരിക്കാൻ സ്ഥലം മുകളിലിരിക്കട്ടെ. വേണ്ട വേണ്ട. അതാ ഞങ്ങള് മുകളിലിരിക്കാത്ത താങ്കൾ വേണ്ട അതല്ല ജാസിം ചെവിരി 2 ചേർന്നോട്ടാ. എന്തായാലും വീട് വൃത്തിയാക്കണം. നമുക്ക് മൊത്തം ഹോം ടൂർ ആക്കിയാലോ? ഓരോ ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വരാട്ടോ ഹോം ടൂർ ആയിട്ട്. ഒരു ദിവസം ജാഫർ ഏട്ടന്റെ ജാസിമും ഗഫൂർ ജാസ്ഫർ എന്താ ഗഫൂർ എളുപ്പമുള്ള പേര്. ഇങ്ങനെ നിക് നെയിം ഉണ്ട് അക്കൂന്നൊക്കെ. മറ്റേ സീൻ ഓർമ്മ ഉണ്ടോ? ഗഫൂർ കാ ദോസ്ത്, ആ സിനിമ കണ്ടിട്ടുണ്ടോ? നാടോടിക്കാറ്റ് കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ട്. അതില് ഗഫൂർ കാ ദോസ്ത് എന്ന് പറയുന്നുണ്ടല്ലോ. ആരെയാണ് പറയണേ? ഇങ്ങനെ ചോദിക്കും. പറഞ്ഞിട്ട് പോയാ അതെ മര്യാദക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് എന്തായാലും കട്ട് ചെയ്യും. നല്ല ആൾക്കാര് അവര് ആദ്യം തന്നെ അത് ഇടും. ഇവിടെ ഒളിക്യാമറകൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഹിഡൻ ക്യാമറ. ഇത് ആ റേഞ്ച് എന്താ താഴത്തേക്ക് പോകുന്നതിന്റെ ഇന്റീരിയർ അതിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാണ്ട്. ഇത് മൊത്തം ഞങ്ങള് പണിതതാണ്. നിങ്ങള് അതായത് പുറത്തൊരാൾക്ക് എന്താ പറയാ ഒരാള് കോൺട്രാക്ട് കൊടുത്തിട്ട് അളവൊക്കെ രൂപ പറഞ്ഞു. ഞങ്ങളിൽ 5 പൈസ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു മറ്റേ ആശാരിനെ ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ആശാരി ഞങ്ങൾ 1 ലക്ഷത്തിന് ഞങ്ങൾ 1.5 ലക്ഷമായി. 1.5 ലക്ഷം എന്തിനു മാത്രമായി? സാധനങ്ങൾക്ക് മാത്രമായി. ഇനി ഞങ്ങള് തന്നെ എല്ലാരും കൂടി ഇരുന്ന്, അതായത് ഇവിടെ വേറൊരാളുടെ ഇതില്ല, നമ്മള് തന്നെ അതിനകത്ത് റോപ്പുകൾ കെട്ടിയതും ഫാബ്രിക് അടിച്ചതും ചെയ്തത് 2 ആശാരിമാരുണ്ടായിരുന്നു. ഫിറ്റ് ചെയ്തത്. ഇതിന്റെ ഈ ഫാബ്രിക് അടിച്ചതും അതിന്റെ ഉള്ളിലത്തെ കോള് പരിപാടി വെച്ചതൊക്കെ നമ്മളാണ്. എല്ലാം രാപ്പകലില്ലാതെ ചെയ്തിട്ട് കൈ ചൊറിഞ്ഞ് ആൾക്കൊക്കെ ശ്വാസം മുട്ടായി അഡ്മിറ്റ് ആയി. അതിന്റെ ഉള്ളിൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം ഫില്ല് ചെയ്യുക. ചൊറിച്ചല്, ആ റോക്കോള് ചൊറിച്ചലും ശ്വാസം മുട്ടൊക്കെ വന്നിട്ട് ആൾക്കൊക്കെ പ്രശ്നമായിരുന്നു. വേറെ ആളെ നമ്മള് കാരണം പൈസ ലാഭിക്കാന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അതിന്റെ ഒരു പ്രശ്നം പ്രൊഫഷണൽ അല്ലേ? ഞങ്ങളാണ് ഇത് ചെയ്തത്.